അപ്പം, ചപ്പാത്തി, പൊറോട്ട, ഇടിയപ്പം ഈ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. പക്ഷേ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മപ്പാസ്. എനിക്കത് ഇടിയപ്പവും അതുപോലെ തന്നെ നമ്മുടെ ഇതില്ല അരിപ്പത്തിരി അതിൻ്റെ കൂടെ കൂട്ടിയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കിയാലോ. എണ്ണ ചൂടാകുമ്പോഴേ ചെറിയുള്ളി, സവാളയും, പച്ചമുളകും, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും ഇതൊന്ന് വഴയിട്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് വലിഞ്ഞു വരുമ്പോഴത്തേക്കും ഉപ്പ് ചേർത്ത് കൊടുക്കണേ. അതിനുശേഷം മസാല ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് ഗരം മസാല അതുമെല്ലാം ഇട്ട് പൊടിയുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറട്ടെ. അതിനുശേഷം തക്കാളി ഇടുക. തക്കാളി ഒന്ന് ഉടഞ്ഞ് വരണം കേട്ടോ. അടച്ചു വെച്ച് വേവിക്കാം. അതും നന്നായിട്ടായതിനു ശേഷം നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അരപ്പെല്ലാവരും നന്നായിട്ട് പറ്റണ്ടേ. എന്നിട്ട് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ല നേർത്ത പാൽ. എന്നിട്ട് തിള വന്നു കഴിയുമ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങും ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പാകത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതെല്ലാം വെന്ത് ഒന്ന് വറ്റി വരുമല്ലോ തേങ്ങാപ്പാൽ. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും നല്ല കുറുകിയ തേങ്ങാപ്പാൽ ചേർത്ത് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യണേ. എന്നിട്ട് നെയ്യിൽ നമുക്ക് കടുക് താളിക്കാം. നെയ്യിൽ ചെറിയ ഉള്ളിയും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി മപ്പാസ് റെഡി ആയിട്ടോ. അപ്പോൾ മപ്പാസ് ഉണ്ടാക്കാത്തവരും ഇപ്പം മപ്പാസ് ഉണ്ടാക്കാൻ പഠിച്ചല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ.